കേരളത്തിൽ വൃക്ക മാഫിയ തഴച്ചു വളരുന്നു. മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ് പണം കൈക്കലാക്കി മുങ്ങുന്ന ഈ മാഫിയകളുടെ പ്രവർത്തനം ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ്. അടിയന്തര വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടുന്ന കൊല്ലം സ്വദേശിയെ തേടി സ്വന്തം വൃക്ക ദാനം ചെയ്യാൻ സന്നദ്ധനായി ദൈവദൂതനെ പോലെ ഒരു സുപ്രഭാതത്തിൽ ഒരാളെത്തി. അയാൾ എത്തിയപ്പോൾ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും വലിയ സന്തോഷം. വൃക്ക ചേരുമെന്ന് കണ്ടെത്തിയതോടെ മരണത്തെ മുഖാമുഖം കണ്ട് ചികിത്സയിൽ കഴിയുന്ന നിർധന കുടുംബത്തിൻ്റെ ഏക അത്താണി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയ്ക്ക് ചിറകുവച്ചു. വൈകാതെ ശസ്ത്രക്രിയയ്ക്ക് തീയതി കുറിച്ചു. ഇതിനിടെ കടം വീട്ടാനുണ്ടെന്ന 3 ലക്ഷം രൂപ കടമായി നൽകുമോ എന്നും നല്ലവനായ ദൈവദൂതനായ ആ ദാതാവ് ആ നിർധന കുടുംബത്തോട് ചോദിച്ചു. നാട്ടുകാർ പിരിവെടുത്ത് സമാഹരിച്ച തുകയിൽ നിന്ന് ചോദിച്ച പണം നൽകി. പുഞ്ചിരിയോടെ പണം കൈപ്പറ്റിയ ദൈവദൂതൻ പോയ വഴി പിന്നെ പുല്ലുപോലും മുളച്ചിട്ടില്ല. ശസ്ത്രക്രിയ മുടങ്ങി. ഒടുവിൽ ബന്ധുക്കളിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വന്നതോടെയാണ് കൂലിപ്പണിക്കാരനായ കൊല്ലം സ്വദേശി ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ അയാൾ ആദ്യം ചെയ്തത് ദൈവദൂതനെതിരെ പോലീസിൽ പരാതി നൽകിയതാണ്. അന്വേഷണത്തിൽ ആളെ കണ്ടെത്തി. അവയവ കൈമാറ്റം കാത്തുകിടക്കുന്ന രോഗികളെ കബളിപ്പിച്ച് പറ്റിച്ച് പണം തട്ടുന്ന റാക്കറ്റിലെ കണ്ണിയാണെന്നായിരുന്നു തുറന്നു പറച്ചത്. അയാളെ പൊക്കി പോലീസ് അകത്തിട്ടെങ്കിലും തുടർന്ന് കാര്യമായ അന്വേഷണമൊന്നും ഉണ്ടായില്ല. സംസ്ഥാനത്ത് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഇത്തരം തട്ടിപ്പുകാർ ഏറെയുണ്ടെന്നാണ് പോലീസിന് കിട്ടിയ വിവരം. ഡയാലിസിസ് സെൻ്ററുകളും ആശുപത്രികളും കേന്ദ്രീകരിച്ചാണ് ഈ കബളിപ്പിക്കൽ ദാതാക്കളുടെയും ഏജൻറ്റുമാരുടെയും പ്രവർത്തനം. ഏജൻറ്റുമാരാണ് ദാതാക്കളെ രോഗിയുടെ മുന്നിലെത്തിക്കുന്നത്. ആദ്യം ക്രോസ് മാച്ചിങ് പരിശോധനയാണ്. ഇതിന് വിധേയനാകാൻ 10,000 രൂപ ദാതാവ് വാങ്ങും. പരിശോധന കഴിഞ്ഞാൽ പിന്നെ ഇയാളെ വിളിച്ചാൽ പോലും കിട്ടില്ല. മറ്റൊരു നമ്പറിൽ അടുത്ത രോഗിയെ വീഴ്ത്താൻ ഇറങ്ങുന്ന തിരക്കിലായിരിക്കും ഇവർ. ഒരു രോഗി ഇങ്ങനെ 6 പേർക്ക് പണം നൽകി കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എറണാകുളത്തെ പ്രമുഖ ആശുപത്രിയുടെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഫോണുകളിൽ ഈ ഇടനിലക്കാരുടെ ഫോട്ടോയുണ്ട്. ആശുപത്രി പരിസരത്ത് ഇവരെ കണ്ടാൽ പുറത്താക്കാനാണ് ഈ ജാഗ്രത. രോഗികളെ ചൂഷണം ചെയ്യുന്ന ഇടനിലക്കാരുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വന്നതോടെയാണ് ആശുപത്രികൾ ഈ വിദ്യ ഉപയോഗിക്കുന്നത്. എന്നാൽ ആശുപത്രിക്ക് പുറത്ത് രോഗികളെ ഊറ്റി ഇടനിലക്കാർ വിലസുകയാണ്.